നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ മത്സരത്തിൽ സ്റ്റാർട്ടിങ്ങിലെ പിഴവ് സംഘാടകരെ ബോധ്യപ്പെടുത്തിയെന്ന് കുമരകം ബോട്ട് ക്ലബ്ബ്. തുഴച്ചിലുകാർ തയ്യാറല്ലാതിരുന്നിട്ടും മത്സരം തുടങ്ങുകയായിരുന്നുവെന്ന് ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് കെ മിഥുൻ പറഞ്ഞു. അനുകൂല വിധിയില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഈ സ്റ്റാർട്ടർമാർ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് തരാതെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ആ പിഴവ് ഇന്ന് ഞങ്ങൾ ADM അടക്കം ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ പരാതി കൃത്യമാണെന്നും അതിന് കൃത്യമായ പരിഹാരം കളക്ടറെ അടുത്ത് കൂടി ആലോചിച്ചതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഈ കളക്ടറുടെ ഭാഗത്തുനിന്നും NDVR സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും നീതിപൂർവമായൊരു മറുപടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഞങ്ങളുടെ ട്രോഫി. കാരണം ഞങ്ങൾക്ക് പോയിരിക്കുന്നത് 3 സെക്കൻഡാണ്. ഞങ്ങൾ തോറ്റിരിക്കുന്നത് 30 മൈക്രോ സെക്കൻഡിലാണ് തോറ്റിരിക്കുന്നത്. ആ 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വ്യക്തമായി ഒരു 5-6 പേരുടെ ലീഡിന് ജയിക്കേണ്ട ഒരു വള്ളമാണ് നടുഭാഗം വള്ളം KTBC. അപ്പം ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. വള്ളംകളിയിൽ കുമരകം ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ 3ാം സ്ഥാനത്താണ് എത്തിയത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ടോബി. SKN മൈക്രോ സെക്കൻഡ്സുകൾക്കാണ് KTBCക്കും ഈ നെഹ്റു ട്രോഫി നഷ്ടമായത്. വലിയ തർക്കങ്ങൾ 1ാം സ്ഥാനത്തിന് വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. VBCയും പള്ളാത്തുരുത്തിയും തമ്മിലുള്ള ആ ഒരു തർക്കം നമുക്കറിയാം. മൈക്രോ സെക്കൻഡ്സുകൾക്ക് വേണ്ടിയുള്ള ഒരു തർക്കം. അതിനൊപ്പം തന്നെയാണ് KTBCയും അന്ന് തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അവർ പറയുന്നത് ഫിനിഷിങ്ങിലെ പ്രശ്നമല്ല, നേരെ മറിച്ച് സ്റ്റാർട്ടിങ്ങിലുണ്ടായ പിഴവ് വലിയ തിരിച്ചടിയായി അവർക്ക് എന്നാണ് ഇപ്പോൾ KTBC പറഞ്ഞിരിക്കുന്നത്. ഈ പരാതി നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന് നൽകുകയും ചെയ്തു. നെഹ്റു ട്രോഫി സംഘാടകർ നൽകി. അതിന്റെ ആ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ആലപ്പുഴ കളക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ADM അടക്കം അതിലുണ്ടായിരുന്നു. അവിടെ കൃത്യമായി ഇവർ തെളിവ് സഹിതം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചു. അതായത് സ്റ്റാർട്ടിങ്ങിൽ പിഴവുണ്ടായിരുന്നു. ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ട്രാക്കിൽ ഒരു ബോട്ട് വന്നിരുന്നു. അപ്പോൾ തങ്ങൾ തയ്യാറല്ല എന്ന് വള്ളത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തുഴച്ചിലുകാർ പറയുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ ദൃശ്യങ്ങളടക്കം ഈ ADMനെ ധരിപ്പിച്ചു. അങ്ങനെ കൃത്യമായി ഇത് ഈ ADMനെ അടക്കം ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങനെ ഒരു വിധി വന്നില്ലെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് KTBC തീരുമാനിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ 30 മൈക്രോ സെക്കൻഡ്സിനാണ് അവർക്ക് 1ാം സ്ഥാനം നഷ്ടമായത്. ആ കപ്പ് തങ്ങൾക്ക് അടിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. എന്തായാലും ജില്ലാ ഭരണകൂടത്തെയും സംഘാടകരെയും ഈ സ്റ്റാർട്ടിങ്ങിലെ പിഴവ്, സ്റ്റാർട്ടേഴ്സിനുണ്ടായ പിഴവ് കൃത്യമായി തങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നാണ് KTBC പറഞ്ഞിരിക്കുന്നത്. SKN. Okay, thank you, Toby Johnson.